നിസ്സാര പ്രശ്നത്തിന്റെ പുറത്ത് വികാരപരമായി പ്രതികരിക്കുന്ന ഒരു സമൂഹമാണ് നാദാപുരത്ത്. പെട്ടെന്നത് കണ്ണുടലായി മാറും. അത് ഇതിനു മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളും സംഭവങ്ങളും ഈ നാദാപുരത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണാനും പോലീസ് സംരക്ഷണം ത്രൂഔട്ട് ഉണ്ടാക്കിയെടുക്കാനും പോലീസിന്റെ ബാധ്യതയുണ്ടായിരുന്നു. അതൊക്കെ ഒരു നിസ്സംഗമായ രീതിയിലാണ് ഇതിനെ പൊതുവായി പോലീസ് പ്രതികരിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ അന്ന് മണിക്കൂർ വെച്ച് ഞാൻ ചോദിക്കുന്നു, ഈ ഒരു അക്രമിയുടെ വിരൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു അക്രമിയുടെ വിരൽ കിട്ടിയിട്ടുണ്ട് പോലീസിന്. ഈ വണ്ടി നേരെ പോയിരിക്കുന്നത് വടകര സർവീസ് സഹകരണ ആശുപത്രിയിലാണ്. ആ സഹകരണ ആശുപത്രിയിൽ പോയപ്പോ സ്വാഭാവികമായി ഉറപ്പല്ലേ ഈ അക്രമികളിൽ ഒരാൾ വിരൽ നഷ്ടപ്പെട്ടവൻ ആ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. ആ ആശുപത്രിയിലെ ഡോക്ടർമാരെയും ആ ആശുപത്രിയിലെ മാനേജ്മെന്റിനെയും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തോ? ഇതുവരെ ചെയ്തില്ലല്ലോ. ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തോ എന്ന് പരിശോധിച്ചോ? എനിക്കറിയില്ല. പരിശോധിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു പ്രതി, വിരൽ നഷ്ടപ്പെട്ട ഒരു പ്രതി ഈ ആശുപത്രിയിലുണ്ട്. ഇപ്പൊ പോലീസിന്റെ നടപടി അപൂർണമാണ്. എത്തേണ്ടിടത്ത് പോലീസ് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒളിക്കാനും ഒളിപ്പിക്കാനും സാവകാശം കൊടുക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ ഇവിടെ അതിന്റെ ഒരു പ്രത്യാഘാതം എല്ലാ ഭാഗത്തും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാൻ പോലീസിന് സാധിച്ചില്ല എന്നത് ദുഃഖകരമാണ്. പിന്നെ ഒരു സംഭവം ഉണ്ടായാൽ അതിനകത്ത് വികാരപരമായി ചിന്തിക്കുന്ന, വികാരമായി പ്രതികരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അത് ആരും എന്തൊന്നും പറയാൻ സാധിക്കില്ല. ഈ പ്രദേശത്തെ ആളാവണമെന്നില്ല, പുറത്തുനിന്നുള്ള ആളാവണമെന്നില്ല, ആരും എന്ത് ചെയ്യുന്നതിനെ കുറിച്ച്. പക്ഷെ എന്തായാലും പോലീസ് അതിനെക്കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന് സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പങ്കുണ്ട്, അവർ ഗൂഢാലോചനയുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഏരിയ സെക്രട്ടറി, എന്താ പേര്, ചാച്ചു, അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ പ്രസംഗം, അത് പ്രസംഗം, തുണേരിയുടെ പ്രസംഗം, അതിനപ്പുറത്തൊരു തെളിവ് വേണം. പച്ചയിൽ പുതപ്പിച്ച് കിടത്തുമെന്ന് പച്ച മലയാളത്തിൽ ലോകം ജനങ്ങൾ കേൾക്കെ പറഞ്ഞ ഒരു പ്രഖ്യാപനത്തിന് ശേഷം നടക്കുന്ന ഒരു കൊലപാതകത്തിന്റെ അകത്ത് ആ ഏരിയ സെക്രട്ടറി അറിയാതെ ഒരു കൊലപാതകം നടക്കുമെന്ന്, ചോറുണ്ടെന്ന അന്നമുണ്ടെന്ന PS അച്യുതാനന്ദൻ പറഞ്ഞ പോലെ ചോറുണ്ടെന്ന ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും, ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ സ്വാഭാവികമായും ആദ്യം അദ്ദേഹത്തെയാണ് അവിടെ കസ്റ്റഡിയെടുക്കേണ്ടത്. പോലീസിന് നട്ടലുണ്ടെങ്കിൽ, സ്വതന്ത്രമായ അന്വേഷണം നടത്താനുള്ള താല്പര്യമുണ്ടെങ്കിൽ, വളരെ സുതാര്യമായ ഒരു എൻക്വയറി നടക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ആദ്യം പോലീസ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത് ഈ പ്രസംഗം നടത്തിയ ഏരിയ സെക്രട്ടറി ചാത്തുവിനോട് ചോദിച്ചാലാണ് ഇതിന്റെ എല്ലാ ചുരുളും വരിക. അതിന് മെനക്കെടുന്നില്ല പോലീസെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീതിയുക്തമായ നടപടി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഉറപ്പിക്കാം. ഞാനത് ഉറപ്പിക്കും. ആ ഉറപ്പിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നത്.